Hi all, welcome back to High Grade Online Academy. I'm Nasira. I'm here with you to discuss environmental studies, second and third unit. And you know guys, there is a chance for you to write your exam both in Malayalam and English. So here I'm ready to help you with the Malayalam notes also. Are you happy? So guys, let's start. Our second module is it is related to solid waste. Solid waste, what is solid waste? Solid waste refers to the range of garbage materials arising from animals and human activities that are discarded as unwanted and useless. Simply, നമ്മളെ മനുഷ്യന്മാർ അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആനിമൽസ് ഇവരൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നമുക്കുണ്ടാകുന്ന അനാവശ്യവും ഉപയോഗശൂന്യമായിട്ടുള്ള മാലിന്യ വസ്തുക്കളാണ് അല്ലെ. അൺവാണ്ടഡ് ആൻഡ് യൂസ്ലെസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് വേസ്റ്റ് എന്ന് പറയും. അപ്പൊ അതാണ് സോളിഡ് വേസ്റ്റ്, ഖരമാലിന്യങ്ങൾ. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് the 21st century faces one of the most problem or challenge that 21st century faces is waste disposal. നമുക്ക് തന്നെ അറിയാം അല്ലെ, നമ്മുടെ വീടുകളിലെ മാലിന്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്തിട്ടില്ലേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ ആ ഒരു സോളിഡ് വേസ്റ്റ് എങ്ങനെ ഖരമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാം, അതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ പറയുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദർ ആർ 6 ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ആ 6 ഫങ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഒന്നാമത്തത് വേസ്റ്റ് ജനറേഷൻ ആണ്, രണ്ടാമത്തത് ഓൺ സൈറ്റ് ഹാൻഡ്ലിംഗ് ആണ്, തേർഡ് വൺ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ്, പിന്നെ വേസ്റ്റ് കളക്ഷൻ, വേസ്റ്റ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്പോർട്ട്, വേസ്റ്റ് പ്രോസസ്സിംഗ് ആൻഡ് റിക്കവറി, ലാസ്റ്റ് വൺ ഇസ് ഡിസ്പോസൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സമയമുള്ളൂ. അപ്പോൾ ദർ ആർ 2 ടൈപ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, ഓൺ സൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് ഡിസ്പോസൽ. Guys, what is a on site disposal? On site disposal means ഹാൻഡ്ലിംഗ് ഓഫ് വേസ്റ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ്. അതായത് വേസ്റ്റ് എവിടെ നിന്നാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ, ഉൽപാദനം എവിടെയാണോ വേസ്റ്റ് ഉള്ളത് ആ ഉൽപാദന സ്ഥലത്ത് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഓൺ സൈറ്റ് ഡിസ്പോസൽ. വൺസ് അഗെയിൻ, ഹാൻഡ്ലിംഗ് ഓഫ് വേസ്റ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അപ്പൊ അതിൽ നമുക്ക് ഓർമ്മിക്കേണ്ടത് കമ്മ്യൂണൽ പിറ്റ് ഡിസ്പോസൽ ഉണ്ട്, ഫാമിലി പിറ്റ്സ് ഉണ്ട്, കമ്മ്യൂണൽ ബിൻസ് ഉണ്ട്. അപ്പൊ കമ്മ്യൂണൽ പിറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിക്കുക, സിംപ്ലസ്റ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഡയറക്ട്ലി ഇൻ ടു എ കമ്മ്യൂണൽ പിറ്റ്. ഒരു കമ്മ്യൂണൽ പിറ്റില് ആളുകൾ എന്ത് ചെയ്യും, ഒരു പിറ്റിൽ എന്ത് ചെയ്യാം, ഒരു വിഭാഗം ആളുകൾ കൺസ്യൂമേഴ്സ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അതിലേക്ക് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ സൈസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ ഒരു സൈസ്, റെക്കമെൻഡ് സൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 പീപ്പിളിന് ഒരു 6 ക്യൂബിക് മീറ്റർ ആയിട്ടുള്ള ഡയമെൻഷനുള്ള ഒരു പിറ്റാ വേണ്ടത്. ഓക്കെ, ഓർമ്മിക്കണേ. അപ്പൊ അവിടെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ പിറ്റിന് നമ്മൾ ഫെൻസ് ഇടണം, വേലി ഇടണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം കുട്ടികളൊക്കെ വീഴാതിരിക്കാനും മറ്റ് അങ്ങനത്തെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കമ്മ്യൂണൽ പിറ്റ് നമ്മൾ പിറ്റിന്റെ ചുറ്റും വേലി കെട്ടണം. അടുത്തത് ഫാമിലി പിറ്റ് ഡിസ്പോസൽ ആണ്. ഫാമിലി പിറ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവൂലേ, കുറച്ചും കൂടെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1 മീറ്റർ ഡീപ്പ് വരെ പോകാൻ പറ്റും. And family should be encouraged to regularly cover waste, preventing oil from sweeping or ash from firewood used for cooking. നമ്മൾ ഈ ഒരു മെത്തേഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓർഗാനിക് ആയിട്ട് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക് റീയൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പക്ഷെ അത് കവർ ചെയ്യണം നമ്മൾ ആ പിറ്റ്. മൂന്നാമത്തത് കമ്മ്യൂണൽ ബിൻസ് ആണ്. നമുക്കറിയാം, നമുക്ക് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ എന്താണ് കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റും. നമുക്ക് വേസ്റ്റ് യൂസ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ ലിഡ് കവർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ളതാണ് ഓൺ സൈറ്റ്. നെക്സ്റ്റ് ഓഫ് സൈറ്റ് ഡിസ്പോസൽ. ഓർമ്മിക്കണേ,
ഓൺ സൈറ്റ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ ടെക്നോളജി ചോയ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിൽ നമുക്കറിയാം ഓൺ സൈറ്റിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ഓഫ് സൈറ്റ് വരുന്നത്. അതിൽ ഒന്നാമത്തത് ലാൻഡ് ഫില്ലിംഗ് ആണ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുക, ഒരു എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫുഡൊക്കെ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് തട്ടി അതിനുശേഷം ഓരോ പ്രാവശ്യം നമ്മൾ അതിന് മേലെ വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ അതിന് മേലെ മണ്ണിട്ട് കവർ ചെയ്യണം. ഓക്കെ, അങ്ങനെ കവർ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണിന്റെ അടിയിലൊക്കെ ചെയ്ത് അതിങ്ങനെ സോയിൽ ഷുഡ് കവർ ദ ഡെപ്പോസിറ്റർ എന്നാ പറയുന്നത്. അപ്പൊ ആനിമൽസ് ഡിഗ് ചെയ്യുന്നൊക്കെ കുറഞ്ഞു വരും. കാരണം ഓരോ പ്രാവശ്യം വേസ്റ്റ് ഇടുന്നു അതിന്റെ മേലെ നമ്മളിങ്ങനെ കവർ ചെയ്ത് ലെയർ ചെയ്ത് പോന്നു. ഓക്കെ, അതാണ് എന്ത് ലാൻഡ് ഫില്ലിംഗ്. അടുത്തത് ഇൻസിനറേഷൻ ആണ്. ഇൻസിനറേഷൻ മീൻസ് എന്താ നമ്മൾ പറയുന്ന വാക്കാണ് അല്ലെ, ദഹിപ്പിക്കുക, കത്തിക്കാൻ പറ്റുന്ന വേസ്റ്റുകൾ നമ്മൾ എന്താക്കുക, കത്തിക്കുക, ബേണിംഗ് അല്ലെ, അതാണ് എന്ത് ഇൻസിനറേഷൻ. മൂന്നാമത്തത് കമ്പോസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാലോ, ഏറ്റവും നല്ല എന്താണ് വളമായിട്ടല്ല, നമുക്ക് ഓർഗാനിക് ആയിട്ട് നമുക്ക് പച്ചക്കറികളോ മറ്റു കൃഷി ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡാണ് കമ്പോസ്റ്റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് അറിയാലോ, പുനരുപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് മാറ്റുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണ് സീറോ വേസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് എലിമിനേറ്റിംഗ് ദ ജനറേഷൻ ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് നോ വേബിൾ ഓപ്ഷൻ ഫോർ എൻഡ് ഓഫ് യൂസ് മാനേജ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല അല്ലെ. അപ്പൊ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വസ്തു ഉപയോഗിക്കുക, ആ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന അല്ലെങ്കിൽ എന്താണ് ഉപയോഗത്തിന്റെ അവസാനം ഒരു ഓപ്ഷനും ഇല്ലാത്ത രൂപത്തിൽ മെറ്റീരിയൽസ് എന്താക്കുക, ഇല്ലാതാക്കുക. സീറോ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം സീറോ ആക്കി ചെയ്യുന്നതിനാണ് എന്താ പറയാ, സീറോ വേസ്റ്റ്. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു പ്രൊട്ടക്ട് അവർ നേച്ചർ, ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു നമ്മളെ എൻവയോൺമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ നേച്ചർ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഓരോ റിസോഴ്സസിന്റെ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സീറോ വേസ്റ്റ്. ഇതിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതിനു മുമ്പ് സീറോ വേസ്റ്റ് പ്രോഗ്രാംസിൽ ഉൾക്കൊള്ളുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾ ഓർമ്മിക്കണം. ഓക്കെ, പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്ലാസ്റ്റിക്. ഇറ്റ്സ് എ ടേം ആണ് അല്ലെ. ഇറ്റ്സ് എ അംബ്രല്ല ടേം ദാറ്റ് എൻകംപോസസ് എ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് സെമി സിന്തറ്റിക് ഓർ സിന്തറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് എന്താന്ന് ഡിഫൈൻ ചെയ്താന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ, ദേ ആർ ലോങ് ചെയിൻസ് ഓഫ് പോളിമേഴ്സ് കംപ്രൈസ്ഡ് ഓഫ് ലിങ്ക്ഡ് റിപ്പീറ്റഡ് യൂണിറ്റ്സ് നെയിംഡ് മോണോമേഴ്സ് അല്ലെ. മോണോമേഴ്സ് എന്ന് പറയുന്ന കുറെ ലോങ് ചെയിൻ ഓഫ് പോളിമേഴ്സ് കൂടിയതാണ് പ്ലാസ്റ്റിക്. ഓക്കെ, നിങ്ങൾക്കറിയാലോ മൈക്രോ പ്ലാസ്റ്റിക് നമ്മളിപ്പം നമ്മളെ സർക്കാർ തലത്തിലും മറ്റും പ്ലാസ്റ്റിക് നിരോധനം അല്ലെ, നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ മൈക്രോ പ്ലാസ്റ്റിക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, <5 mm വരുന്നതാണ് മൈക്രോ പ്ലാസ്റ്റിക്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഈ പ്ലാസ്റ്റിക്സിന്റെ എന്താണ് സ്മോളർ പാർട്ടിക്കിൾസ്, അതായത് മൈക്രോ മീൻസ് <5 mm ആണ്. പിന്നെ പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട്. അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മില്ലിമീറ്ററിക്ക് ഒരു സബ് മില്ലിമീറ്ററിക്ക് സൈസിന് പേഴ്സണൽ ഹൈജീൻ പ്രോഡക്ട്സ് ആയിട്ട് മാത്രമേ പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മൾ എന്തിനാ our unit 3 concepts of global warming and climate. You know, dear students, it's a very important term, global warming. Have you heard about it? What is global warming? You know that it is considered to be one of the central issues in the recent years. And you know, it may provide or it proved very problematic and disastrous, causing severe harm to the biotic and abiotic components of the environment. അല്ലെ, അത്രത്തോളം നമുക്കറിയാം. ഈവൻ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡൽഹിയിൽ ഇപ്പം ഒരു വിദൂരമല്ല, നമ്മളെ ഡൽഹിയിലൊക്കെ ഇപ്പൊ ഓക്സിജൻ പാർലേഴ്സ് ആണ്, ബ്യൂട്ടി പാർലർ പോലെ ഓക്സിജൻ പാർലേഴ്സ് സുലഭമായിരിക്കുകയാണ്. നമ്മളെ ഡൽഹി ശുദ്ധമായി ശ്വസിക്കണം, നമ്മൾ പൈസ കൊടുക്കുക, ശ്വസിക്കുക, പൈസ ഹായ് ഓൾ തിരിച്ചു വരിക, ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊന്നും ഇനി നമ്മുടെ നാട്ടിലേക്ക് ഇതൊന്നും വരൂല എന്ന് പറയുന്നതൊന്നും വിദൂരമായിട്ടുള്ള കാര്യമല്ല.
അത്രത്തോളം എന്താണ് പോയിസണസ് ആണ്, അത്രത്തോളം പൊല്യൂട്ടഡ് ആണ് നമ്മുടെ ചുറ്റും. അപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. I will explain to you what is the global warming in Malayalam first. നമുക്കറിയാം ഈ സൂര്യന്റെ ഈ ഹീറ്റിനെ തടഞ്ഞു നിർത്തുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് പക്ഷേങ്കില് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ഗ്യാസിന്റെ സാന്നിധ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭൂമിയിലുള്ള ഭൂമിയുടെ സർഫസിലുള്ള ടെമ്പറേച്ചർ വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള ടെമ്പറേച്ചർ വല്ലാതെ വർദ്ധിപ്പിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾക്ക് വലിയ റോളുണ്ട് അല്ലെ. അപ്പൊ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനാണ് എന്ത് പറയുന്നത്, ആഗോള താപനം. ഓക്കെ, ഈ ആഗോള താപനം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ, ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടുന്നുണ്ട്. സോ വാട്ട് ഈസ് ഇറ്റ്, കാണാതെ പഠിക്കേണ്ട ഒരു സാധനമാണ്. Global warming is a phenomenon of increasing average air temperatures near the surface of Earth over the past 1 or 2 centuries. Once again, I repeat, it is a phenomenon of increasing average air temperature near the surface of Earth over the past 1 to 2 centuries. അല്ലെ, എന്താണ് അന്തരീക്ഷത്തില് സൂര്യന്റെ താപത്തെ തടഞ്ഞു നിർത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും സാന്നിധ്യം മൂലം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താപനില അല്ലെ ടെമ്പറേച്ചർ ലെവൽ കൂടുന്നതാണെന്ത്, ആഗോള താപനം. നമുക്കറിയാം ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ഗ്യാസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹീറ്റ് കൂടും, ടെമ്പറേച്ചർ കൂടും. ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പോവാണ് നമ്മളെ ഭൂമി ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ അത്രയും ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓർമ്മിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട് അല്ലെ. ആരൊക്കെയാ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്? വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറോ കാർബൺസ്. ഓക്കെ, sphere and after hitting the earth's surface gets radiated back into the atmosphere. അതാണ് നോർമൽ പ്രോസസ്. സൺലൈറ്റ് നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു, ബട്ട് ഇറ്റ് gets radiated back into the atmosphere ആണ്. പക്ഷെ here you know that the presence of gases like carbon dioxide or carbon monoxide, it absorbs this heat and the absorption process heats the atmosphere and thus warms the earth's surface. അപ്പോൾ ഈ ഒരു ഗ്യാസസിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ നോർമൽ പ്രപ്പോർഷൻസ് ഓഫ് വാർമിംഗ് ഓഫ് ദ എർത്ത് നോർമൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ whenever this proportion of these gases increases, നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡിന്റെ ഒക്കെ പ്രസൻസ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ ഇവർ ഈ സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റിനെ ഇവരിങ്ങ് അബ്സോർവ് ചെയ്യുന്ന ഹീറ്റിനെ ഇവര് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വിടുമ്പോഴാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, ഹീറ്റ് ആണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ, സർഫസ് ഓഫ് ദ എർത്ത് ഉണ്ടാവുക, ടെമ്പറേച്ചർ കൂടുന്നതാണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഗ്ലോബൽ വാർമിംഗിന്റെ ഇംപ്ലിക്കേഷൻസ്. എന്തൊക്കെ? The main greenhouse gases are water vapor, carbon dioxide, methane, nitrous oxide, fluorocarbons. You know, in the last few decades, the amount of heat absorbing gases, I told you, heat absorbing gases means this greenhouse gases has remarkably increased. And as a result, the average temperature of the atmosphere has gone up. This phenomenon is called greenhouse effect. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ. ഈ ഒരു ഗ്യാസസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ കൂടുന്നു. അപ്പം ഈ കൂടുന്നതിന് കാരണമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഇതിന്റെ കാരണക്കാര്. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേരാണെന്ത്, ഗ്രീൻ ഹൗസ് എഫക്ട്. അതേപോലെ ഓസോൺ ലെയറിനും and ozone layer depletion is the thinning of the ozone layer present in the upper atmosphere. upper atmosphere ലുള്ള ozone layer depletion, ഇത്
ഇതിന് സ്ട്രാറ്റോസ്ഫിയറിലെ അപ്പർ അറ്റ്മോസ്ഫിയർ, അതായത് ഏകദേശം 9 to 18 മൈൽസ് 15 to 30 കിലോമീറ്റർ എബോവ് ദ എർത്ത് ആണ് സ്ട്രാറ്റോസ്ഫിയർ അല്ലെ. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ ആണ് നമ്മുടെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ഈ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഈ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓസോൺ ലെയർ നമുക്കറിയാം ഇപ്പൊ അതിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is the thinning of the ozone layer present in the upper atmosphere. And those substances that deplete the ozone are called ozone depleting substance. നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്. പിന്നെന്തൊക്കെയാ നോക്കിക്കോ. ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതായത് CFC എന്ന് പറയും. കാർബൺ ടെട്രാ ക്ലോറൈഡ്, വൺസ് അഗെയിൻ CFC, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആൻഡ് മീഥൈൽ ക്ലോറോഫോം. ഈ പേര് നിങ്ങൾ പഠിക്കണേ. എന്തൊക്കെയാ? ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, മീഥൈൽ ക്ലോറോഫോം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതേയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആസിഡ് റെയിൻ എന്താന്ന് പറയുന്നുണ്ട് അല്ലെ. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടേം that include any form of precipitation with acidic components such as sulfuric or nitric acid that fall to the ground from the atmosphere in wet or dry forms. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വീഴുന്ന എന്താണ് അസിഡിക് ആയിട്ടുള്ള കമ്പോണൻസിന്റെ പ്രസിപ്പിറ്റേഷൻസ് ആണ്. അതിനാണ് എന്ത് പറയുന്നത്? Okay guys, let's wind up the session. Thank you. Have a nice day.